ആരുടെ തിണ്ണ നിരങ്ങിയിട്ടാണ്, ആരുടെ തിട്ടൂരത്തിനാണ് നിങ്ങൾ ദീപ്തി മേരി വർഗീസ് എന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ മൈക്ക് വെച്ച് കെട്ടി എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം മാറിയത്? 45 മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡ് ഈ ഗതികെട്ട കാലത്തും LDF ഉണ്ടെന്ന് ആലോചിക്കണം. ഒരു 25ഓളം മണ്ഡലങ്ങളിൽ കയ്യാലപ്പുറത്ത് തേങ്ങയാണ്. 2000 വോട്ടിന് താഴെ വെച്ച് നിൽക്കുന്ന ഒരു 25ഓളം മണ്ഡലങ്ങളുണ്ട്. ഇത്തവണ താമര 2 ആയിരിക്കില്ല വിരിയുന്നതെന്നാണ് സാധ്യതകൾ പറയുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതകൾ ഇരിക്കുകയാണ്. അത് 10 വരെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട പോലെ ഒരു ത്രിശങ്കു നിയമസഭയിലും വന്നുകൂടായിരിക്കുന്നില്ല. വി ഡി സതീശൻ കതറിട്ട ഹിറ്റ്ലറാണ്, പക്ഷേ ചില സമയത്ത് കാലുവാരി തലയടിച്ച് കളയും, പിന്നെ എണീറ്റ് നിന്നിട്ട് വീണ്ടും ഹിറ്റ്ലർ ആവേണ്ടി വരും. മറ്റേത് വീഴുന്നില്ല, കപ്പൽ ആടി ഉലയുന്നേ ഉള്ളൂ. പിന്നെ കപ്പിത്താൻ നേരെ നിൽക്കുന്നുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കൊച്ചി മേയർ സ്ഥാനം കോൺഗ്രസിനുള്ളിൽ കലഹത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ദീപ്തി മേരി വർഗീസിനെ മേയർ ആക്കും എന്ന ഉറപ്പോടുകൂടി മത്സരരംഗത്തേക്ക് എത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. തന്നെ ചതിച്ചു എന്ന പരാതിയും അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അനുനയ ശ്രമങ്ങൾക്കൊന്നും തന്നെ നിന്നുകൊടുക്കാതെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ദീപ്തി എന്നാണ് പറയുന്നത്. എന്തായാലും തീരുമാനമായി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കോൺഗ്രസിൽ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാദ മാലപ്പടക്കത്തിന് തുടക്കം കുറിക്കുമോ എന്നുള്ള കാര്യവും ചർച്ചയാവുകയാണ്. പരിശോധിക്കാൻ നമുക്ക് വിശദമായി തന്നെ. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കൊച്ചി മേയർ സ്ഥാനം, ഓക്കെ, അതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിവാദത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അധികം ദൂരമില്ല. അതെ, UDF പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ തർക്കത്തെ അങ്ങ് കാണുന്നത്? ഇത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു ഡിസിഷനാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ആയിരുന്നു ഈ കൊച്ചിൻ മേയർ തിരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം വി ഡി സതീശനടക്കം പൊതുജനങ്ങളെ ഇലക്ഷൻ തുടങ്ങുന്ന സന്ദർഭം മുതൽ അറിയിച്ചത് ദീപ്തി മേരി വർഗീസാണ് നമ്മുടെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അപ്പോൾ അത് തുടങ്ങി, റിസൾട്ട് വന്നു, ജയിച്ചു, പലയിടത്തും പര്യടനം നടത്തി. അത് കഴിഞ്ഞ് ഈ കോർപ്പറേഷൻ്റെ ഓഫീസിലേക്ക് കയറുന്നത് വരെ ദീപ്തി മേരി മേയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ തകിടം മറിഞ്ഞു. അത് ദീപ്തി മേരി തന്നെ വർഗീസ് തന്നെ ഞെട്ടിപ്പോയി. അപ്പോഴാണ് പെട്ടെന്ന് VK മിനിമോൾ എന്ന് ഒരു പുതിയ പേര് വരികയും ഇതിനു മുമ്പായിട്ട് ലത്തിൻ കത്തോലിക്ക ബിഷപ്പുമാരും പിന്നെ പാതിരിമാരും കൂടെ ഷൈനി മാത്യുവിനെ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം കൂടെ വന്നു. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ്സിനകത്ത് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മേൽത്തട്ടിലെ അവസാന നിമിഷത്തെ കളികളും കള്ളക്കളികളുമാണ് പുറത്തു കൊണ്ടിരുന്നത്. ഓക്കെ, ഇത് കോൺഗ്രസ്സിന് ഭൂഷണമാണോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് പിടിക്കാൻ പോകുന്ന വി ഡി സതീശൻ തന്നെ ആലോചിക്കേണ്ടതാണ്. ഇത് വി ഡി സതീശൻ്റെ തട്ടകമാണ്. അദ്ദേഹമാണ് അവിടെ വൻപിച്ച ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. അതായത് വേറൊരു കോർപ്പറേഷനിലും ഇത്രയും ഭൂരിപക്ഷമല്ല. ഏതാണ്ട് 3/2 76 സീറ്റുള്ളതിൽ 47 സീറ്റ് UDFനാണ്. അതിൽ 42 കോൺഗ്രസ്സിന്, 3 മുസ്ലിം ലീഗ്, 1 കേരള കോൺഗ്രസ്, 1 UDF സ്വതന്ത്രൻ. ഇങ്ങനെ 47, ഒരു 3-4 സീറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ 3/2 ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ്. മറ്റു കോർപ്പറേഷനിലെ അവസ്ഥ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പം അത് വലിയൊരു പിന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അണികളെയും അവരുടെ നേതൃത്വത്തെയും പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വരികയാണ്. അവരുടെ അണികളാണോ അതോ ഇപ്പോൾ ലത്തീൻ സഭയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളതെന്നും അങ്ങ് തന്നെ പറയുകയുണ്ടായി. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വോട്ടുള്ളത് ലത്തീൻ സഭയാണ്. അപ്പോൾ അത് കണ്ടറിഞ്ഞവർ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ആ സമ്മർദ്ദത്തിന് വഴങ്ങിപ്പോവുകയായിരുന്നു നേതൃത്വം എന്നാണ് കേൾക്കുന്നത്. അതെ, ഇവിടെയാണ് വി ഡി സതീശൻ്റെ ആദ്യ വാചകമുണ്ടല്ലോ, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോവില്ല. അപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെയും തിണ്ണ നിരങ്ങാൻ പോവില്ല, മറ്റു പലരുടെയും തിണ്ണ നിരങ്ങാൻ പോകുമല്ലേ എന്ന് പലരും ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് ഇത് പോയത് കൊണ്ടാണ്. ഇത് വരുന്ന ഇലക്ഷനിലും അവർക്കൊരു ചോദ്യചിഹ്നമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് തിണ്ണ നിരങ്ങാൻ ചിലയിടത്തൊക്കെ തിണ്ണ നിരങ്ങാം, ചിലയിടത്തൊക്കെ തിണ്ണ നിരങ്ങണ്ട. അവരെ അയ്യപ്പനെ കാണിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉയർത്തിയോ വോട്ട് പിടിക്കാമെന്നാണോ വിചാരം എന്ന് ചോദിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണിത്. LDFും ചോദിക്കും, NDAയും ചോദിക്കും. ആ വിധത്തിലേക്കാണിത് പോകുന്നത്.
കോൺഗ്രസിൻ്റെ മതേതരത്വമാണോ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്? അതെ, മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു വെച്ചാൽ മതേതരത്വം തന്നെ, പക്ഷേ മതേതരത്വത്തിൽ പക്ഷാഭേദം കാണിക്കുന്നു. ഉം, ഉം. ഹിന്ദു സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങില്ല എന്ന് പറയുന്നു. പക്ഷേ ക്രിസ്ത്യൻ നേതാക്കളുടെയും മുസ്ലിം നേതാക്കളുടെയും തിട്ടൂരം അപ്പടി വിഴുങ്ങുന്ന സമീപനവും എടുക്കുന്നു. തിണ്ണനിരങ്ങ് മാത്രമല്ല, അവരുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട് താൻ ഉദ്ദേശിച്ചത് എന്താണ്, തൻ്റെ മുന്നണി ഉദ്ദേശിച്ചത് എന്താണ് എന്നതിനെ വരെ മറന്നുകൊണ്ട് മറ്റൊരാളെ വെക്കാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കേണ്ടത് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ BJPക്ക് ഒരു സമാനമായ സാഹചര്യത്തെ നേരിടേണ്ടി വന്നു. അതെ, പക്ഷേ അവരുടെ നേതൃത്വം അതിനെ വളരെ പക്വമായി കൈകാര്യം ചെയ്തു. ഉടനെ തീരുമാനമുണ്ടാകുമെന്നും പറഞ്ഞു. അക്കാര്യത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നേതൃപരമായിട്ടുള്ള ഒരു വീഴ്ച അത് തന്നെയാണോ കോൺഗ്രസിന് അവിടെ സംഭവിച്ചത്? കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇന്നലെ ഞാനിത് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് പക്ഷേ ഇലക്ഷനെ ബാധിക്കില്ല. ഇത് ഇവർ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. ഞങ്ങളുടെ ഇവിടെ ഈ ചക്കളത്തിൽ പോരെന്ന് പറയുന്ന പോലെയോ, അല്ലെങ്കിൽ ഈ പിന്നെ മദ്യപാനി രാത്രിയാകുമ്പോൾ വന്ന് ഭാര്യ ഇടിക്കും, ചട്ടിയും കലമൊക്കെ ഉടയ്ക്കും. നേരം വെളുക്കാറാകുമ്പോൾ അവർ രണ്ടുപേരും കൂടെ രണ്ട് സ്ഥലത്ത് ഇടിയും കൊണ്ട് കിടന്നവർ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വീണ്ടും ചന്തയിൽ പോയി ചട്ടിയും കലവും വാങ്ങിച്ചുകൊണ്ട് വന്ന് കഞ്ഞിയും വെച്ച് ഉമ്മയും കൊടുത്ത് പോകും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വന്ന് ഇടി തുടങ്ങും. ഇത് ഞങ്ങളുടെ ഒരു പതിവാണ്. പക്ഷേ ഇത് ഞങ്ങളെ ബാധിക്കില്ല. 365 ദിവസം ഞങ്ങളിങ്ങനെ ചെയ്താലും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒരു ടൈറ്റ് ഫൈറ്റിൻ്റെ സാഹചര്യം നിൽക്കുമ്പോൾ 100 സീറ്റ് പിടിക്കണമെന്ന് വി ഡി സതീശൻ നിശ്ചയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപാകതകളല്ലേ? അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം എന്താണ്? ആ വാഗ്ദാനം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പിൻവലിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ ആരുടെ തിണ്ണ നിരങ്ങിയിട്ടാണ്, ആരുടെ തിട്ടൂരത്തിനാണ് നിങ്ങൾ ദീപ്തി മേരി വർഗീസ് എന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ മൈക്ക് വെച്ച് കെട്ടി എല്ലായിടത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം മാറിയത്? അപ്പോൾ ദീപ്തി മേരി വർഗീസാണ് അവിടെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളതും. KPCC ജനറൽ സെക്രട്ടറി, അതെ, ജനറൽ സെക്രട്ടറിയാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, KSU മുതൽ വളർന്ന ആളാണ്, വളരെ പ്രഗത്ഭയാണ്, വാഗ്മിയാണ്, ചാനൽ ചർച്ചകളിലൊക്കെ അതിഗംഭീരമായിട്ട് എതിരാളിയെ അടിച്ചു വീഴ്ത്തുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരാളെ അല്ലേ എറണാകുളത്ത് വെക്കേണ്ടത് എന്ന് അണികൾ ചോദിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അവിടെ ഒരു നീതി നിഷേധിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായി എന്നാണ് അവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന അണികളുടെ ഭാഗത്ത്. ഇതിനേക്കാൾ നീതി നിഷേധിക്കപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ദീപ്തി മേരി വർഗീസ് പറയുന്നത് നിങ്ങൾ വോട്ടിനിടുകയാണെങ്കിൽ രഹസ്യമായിട്ട് വോട്ടിനിടണ്ടേ? വേറെ ചിലരിങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ട് MP അതിപ്പം മിനിമോൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ MP മാർ, DCC പ്രസിഡന്റ് ഷിയാസ്, അതുപോലെ തന്നെ MLA മാർ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അപ്പോൾ ദീപ്തി മേരി വർഗീസിനെ ഔട്ടായിക്കൊണ്ട് ഇവർ ഒറ്റക്കെട്ടായ തീരുമാനം എടുക്കുമ്പോൾ കൈപൊക്കി തീരുമാനിക്കുകയാണ്. അപ്പോൾ കൈപൊക്കുമ്പോൾ ആളുകൾക്കറിയാം, DCC പ്രസിഡന്റ് അറിയാം ആരാണ് കൈപൊക്കാത്തതെന്ന്, MP മാർക്ക് അറിയാം, MLA മാർക്ക് അറിയാം ആരാണ് കൈപൊക്കുക. അങ്ങനെ രഹസ്യ ബാലറ്റ് വേണ്ടേ എന്നാണ് ദീപ്തി മേരി വർഗീസ്. നിങ്ങൾ ജനാധിപത്യമാണ് പറയുന്നതെങ്കിൽ, ഇനി ജനാധിപത്യത്തിലും വേറെ രസമുണ്ട്. 17 സീറ്റാണ് 17 വോട്ടാണ് മിനിമോൾ കിട്ടിയത്. 19 വോട്ട് കിട്ടിയിരിക്കുന്നത് ഷൈനി മാത്യുവിനാണ്. അപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 19 വോട്ട് ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മൾ അബിൻ വർക്കിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയവർ 2ാം സ്ഥാനമുള്ള ആളാണ്. അയാളെ എടുത്തില്ല, 3ാം സ്ഥാനക്കാരനെ എടുത്തില്ല, 4ാം സ്ഥാനക്കാരനെ എടുത്ത് KPCC പ്രസിഡന്റ് ആക്കി എന്നുള്ളതാണ്. ഏതാണ്ട് അതുപോലത്തെ കാര്യമാണ് മേയർ സ്ഥാനത്തിലേക്ക് വന്നിരുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ, വോട്ടിനിടുകയാണെങ്കിൽ കൗൺസിലർമാരുടെ തീരുമാനത്തിന് നിങ്ങൾ ജനവിധിയേക്കാൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനത്തെക്കാൾ കൗൺസിലർമാരെടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ അതെങ്കിലും പാലിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഷൈനി മാത്യുവിനാണ് കൊടുക്കേണ്ടത്. 19 വോട്ട് അവർക്കാണ്, 17 വോട്ടേ മിനിമോൾക്കുള്ളൂ. അപ്പോൾ അവിടെ എന്തൊക്കെയോ പടക്കളത്തിൽ എന്തൊക്കെയോ വെട്ട് തിരുത്തും നടക്കുന്നു, അല്ലെങ്കിൽ കുതികാൽ വെട്ട് നടക്കുന്നു എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് സൂചിപ്പിക്കുന്നത്. തന്നെ ചതിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം ഇങ്ങനെ നല്ല വ്യക്തിത്വങ്ങളെ ചതിച്ചുകൊണ്ടിരുന്നാൽ, നല്ല വ്യക്തിത്വങ്ങളെ മുന്നോട്ട് വരാൻ സാധിക്കാതിരുന്നാൽ തരൂർ പോയതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ചിലർ പിൻവാങ്ങും, ചിലർ ഒളിച്ചോടും. അത് സംഘടനയിലെ ഒരു വലിയ പ്രശ്നമാണ്. സംഘടനയിൽ മികച്ചവർ നിൽക്കണമെങ്കിൽ അവർക്ക് മികച്ച സ്ഥാനങ്ങൾ കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും. ഇത് നമ്മളിപ്പോൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു നേതൃത്വം എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ദീപ്തിക്കായിരുന്നു കൂടുതൽ. 1100-ലധികം വോട്ട് കിട്ടി. അതെ അതെ, വ്യക്തിപരമായിട്ട് കിട്ടിയ വോട്ട്. അതെ, ഇലക്ഷനിൽ വളരെ ജനസമ്മതിയുള്ള ആളാണ്. ഇപ്പോൾ ദീപ്തി അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇനി
MLA സ്ഥാനം വരുമ്പോൾ പരിഗണിക്കാവുന്ന എന്തോ ആണെന്ന് തോന്നുന്നു. മെട്രോപൊളിറ്റൻ ചെയർപേഴ്സൺ ആക്കാമെന്ന് പറയുന്നു. എന്ന് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിച്ച് വെച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അവർ പ്രശ്നമുണ്ടാക്കും. കാരണം അവർ അത്രയ്ക്ക് ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. കേരളം ഒട്ടുക്ക് അറിയാവുന്ന ആളാണ്. സ്ത്രീകളിൽ അപൂർവമാണ് ഇത്തരത്തിൽ വ്യക്തിത്വങ്ങൾ കോൺഗ്രസിനകത്തുള്ളത്. അതെ, അവർക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, എതിരാളിയെ വായടപ്പിക്കാൻ അറിയാം. അതൊക്കെയല്ലേ ഒരു ലീഡറുടെ ക്വാളിറ്റി. ആ ക്വാളിറ്റി ഉള്ള ഒരാൾ മേയറായിട്ട് വരുമ്പം ഈ മൈനറെ മേയറാക്കുന്ന എന്തിനാണ്? ഇപ്പോൾ മിനിമോൾ കുറഞ്ഞ ആളെന്നല്ല ഞാൻ പറയുന്നത്. അവരും ദേശീയ അവരുടെ സംസ്ഥാന മഹിളാ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ നമ്മൾ എബിലിറ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ, പാരമ്പര്യവുമായി കോൺഗ്രസ് പാരമ്പര്യം എന്ന് അവർ പറയാറുണ്ടല്ലോ, ആ കോൺഗ്രസ് പാരമ്പര്യവുമായി താരതമ്യം ചെയ്യുമ്പോഴൊക്കെ ദീപ്തി മേരി വർഗീസ് ഒരു തട്ടം മുകളിൽ നിൽക്കും, മുന്നിലാണ് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഒരു കല്ലുകടി ഒരു മേയർ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്, ഇവർ ഇപ്പോഴേ ഇങ്ങനെ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മുഖ്യമന്ത്രി ആരാക്കും എന്നുള്ളത് സംബന്ധിച്ച് അവിടെ യുദ്ധം നടക്കുമല്ലോ എന്നുള്ളതാണ് ചോദ്യം. ഇത് തുടങ്ങാൻ പോകണം ഇവിടെയൊന്നുമല്ല. ഇതിപ്പോൾ തുടങ്ങാൻ പോണതേ ഇപ്പോൾ 140 മാക്സിമം 90 സീറ്റിൽ ചിലപ്പോൾ കോൺഗ്രസിന് കിട്ടും. അവിടെ ഇപ്പം മേയറാകാനായിട്ട് 3 പേര് ഉടുപ്പിട്ടിരുന്നെങ്കിൽ MLA ആവാൻ ചിലപ്പോൾ 6 or 10 പേര് ഉടുപ്പിടും ഓരോ മണ്ഡലത്തിലും. അപ്പോൾ 90 സീറ്റിൽ ഇവർക്ക് ഒരു 500 പേരെ, ഞാനിത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, 250ഓളം ഭാരവാഹികളുണ്ട്, KPC ഭാരവാഹികൾ. അതിലൊരാളാണ് ഈ ദീപ്തി മേരി വർഗീസ്. ഇതുപോലെ 250ഓളം ഭാരവാഹികൾ അവിടെ ഉണ്ട്. അവർ മത്സരിക്കാനായിട്ട് രംഗത്ത് വരും. പിന്നെ ഇതല്ലാതെ പ്രാദേശികമായി നല്ല ശക്തിയും ക്ഷേമുഷിയൊക്കെ ഉള്ള കുറച്ച് പേരുണ്ട്, അവരും വരും. അപ്പോൾ ഒരു 90-ന് ഈ 5 അപ്പം കൊണ്ട് 5000 ഊട്ടിക്കുന്ന ഒരു പ്രക്രിയ യേശുക്രിസ്തുവിൽ നിന്ന് VD സതീശനും കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനാണ് അവരുടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരാൻ പോകുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അവർക്ക് വലിയ കോൺഫിഡൻസ് നൽകി. അതെ, ആ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വിജയപ്രതീക്ഷ വരുന്നു, ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. പക്ഷേ വിഷയങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം. അത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. നമ്മൾ മഹാരാഷ്ട്ര ഇലക്ഷൻ കണ്ടല്ലോ. മഹാരാഷ്ട്ര മുനിസിപ്പൽ ഇലക്ഷനിൽ അമ്പേ പരാജയപ്പെട്ടില്ലേ? എന്താ കാര്യം? ഒരു മുനിസിപ്പൽ ഇലക്ഷന്, കോർപ്പറേഷൻ ഇലക്ഷന് അല്ലെങ്കിൽ ഗ്രാമസഭ ഇലക്ഷന് ജയിക്കണമെങ്കിൽ അടിത്തട്ടിൽ ബേസ് വേണം. നമ്മൾ വോട്ട് ചോരിയും അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന മറ്റു വിഷയങ്ങളും പെട്ടിയും പിന്നെ ജാതിയും ഒന്നും മാത്രം പറഞ്ഞുകൊണ്ട് ജയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഭാഗ്യത്തിനൊരു അയ്യപ്പൻ വന്ന് കിട്ടി, എന്നും അയ്യപ്പൻ വരണമെന്നില്ല. അപ്പോൾ ഇത് അടിത്തട്ടിലുള്ളവരെ, ഇതുപോലെ ദീപ്തി വർഗീസിനെ പോലുള്ളവരെ ഒക്കെ മുകളിലും താഴെയും ഇടയിലും ഒക്കെ നിർത്തിക്കൊണ്ട് പോകേണ്ട, അവരെ പരീക്ഷിച്ചുകൊണ്ട് പോകേണ്ട കടമ ഉണ്ടായില്ലെങ്കിൽ അനേകം തരൂരുമാർ ആവർത്തിക്കപ്പെടും. ഒരുപക്ഷെ തരൂരിന് പ്ലോട്ടിൽ ഇറങ്ങാൻ സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 90 സീറ്റുകളിലേക്ക് ഇനിയിപ്പം MLA ആരാണ് സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിക്കുമ്പോൾ പിണങ്ങി പോകുന്ന 90 ഒരു 5 കൂട്ടിയാൽ ഒരു 450 പേര് വീണ്ടും വരും. അപ്പോൾ തരൂർ കോൺഗ്രസ്സിന് മേൽക്കോയ്മ കിട്ടുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട്. അത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് നിശ്ചയിക്കേണ്ടത് എപ്പോഴാണ് തരൂർ കോൺഗ്രസ് വെളിയിലിറങ്ങേണ്ടതെന്ന്. അങ്ങനെ ഒരു വെല്ലുവിളി കൂടി നേരിടേണ്ടി വരുമോ സതീശന്, VD സതീശനും കൂട്ടർക്കും? തീർച്ചയായിട്ടും വരും. കാരണം ഇനി വരുന്ന 2026 ഇലക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു കഴിഞ്ഞു, സൗത്ത് ഇന്ത്യ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. സൗത്ത് ഇന്ത്യ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ ഫോക്കസ് ചെയ്യില്ല. ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഫോക്കസ് ആയിരിക്കും. എവിടെയാണ് വോട്ടുള്ളത്, എവിടെയാണ് വോട്ട് മറിയേണ്ടത്, എങ്ങനെയാണ് വോട്ട് മറിയേണ്ടതെന്ന് ബീഹാറിൽ നമ്മളൊക്കെ പഠിപ്പിച്ചതാണ് അവർ, മഹാരാഷ്ട്രയെ പഠിപ്പിച്ചതാണ്, ഹരിയാനയെ പഠിപ്പിച്ചതാണ്. തല കുത്തനെ മറിച്ചവർ അല്ലേ. ഇന്നലെ ഉണ്ടായിരുന്ന വോട്ട് ടപ്പേന്ന് നേരെ തിരിച്ചു വയ്ക്കാൻ അവർക്ക് കഴിയും. അങ്ങനെയൊക്കെയുള്ള ചില നീക്കങ്ങൾ നടത്താൻ കഴിയുന്നവർ കേരളത്തിൽ അത്ര എളുപ്പമല്ല എങ്കിൽ പോലും അതിനുമുള്ള സാധ്യതകൾ ആരായാൻ മിടുക്കരായവരാണ് രംഗത്തേക്ക് വരാൻ പോകുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഈവൻ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിൽ ഇത്രയേറെ വിഷയം നേരിടുന്നു. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പാർട്ടിക്ക് നേതൃത്വം നൽകിയ VD സതീശൻ മികച്ച റിസൾട്ട് ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിനെതിരെയും കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായം വരുന്നു. സീനിയേഴ്സ് ആയിട്ട് അതുകൊണ്ടാണ് ഈ പിക്ചർ ഉണ്ടായെന്നാണ് പറയുന്നത്. VD സതീശൻ ആഗ്രഹിച്ചത് ദീപ്തി മേരി വർഗീസ് തന്നെയാണെന്നാണ് ഇപ്പോഴും പറയുന്നത്.
പക്ഷേ അദ്ദേഹത്തിന് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒരു അന്തഃഛിദ്രം വരാതിരിക്കാൻ ഒരു പക്ഷേ അദ്ദേഹം കീഴടങ്ങി കൊടുത്തിട്ടുണ്ടാവാം, കീഴടങ്ങി കൊടുത്തിട്ടുണ്ട്. തിണ്ണ നിരങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ മാത്രമാണോ ഈ തിണ്ണനിറങ്ങൽ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തപ്പോഴും ഇത്തരത്തിലുള്ള സ്വാധീനമുണ്ടായി എന്നാണ്. പിന്നെ ഒരു ഉപകാരം അദ്ദേഹം ചെയ്തു, 2.5 വർഷം കഴിഞ്ഞിട്ട് തിണ്ണ നിരങ്ങൽ മതി എന്ന് വിചാരിച്ചു. കാരണം ലത്തിൻ ബിഷപ്പ് പുരോഹിതന്മാർ പറഞ്ഞു, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയിച്ച ആളവിടെ നിൽക്കുമ്പോൾ അത് കളഞ്ഞ് വേറെ ആളിന് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ കൊടുക്കുന്നില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന്, അതായത് അല്പം വൈകി നിരങ്ങിയാൽ മതി, അത് അപ്പോഴാലോചിക്കാമെന്നുള്ളതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ യാമിനി ജെയിൻ്റെയൊക്കെ കാര്യം അറിയാലോ, മുമ്പത്തെ മേയർ 2.5 വർഷം എന്ന് പറഞ്ഞ് തുടങ്ങി, അവസാനം പിന്നെ കൊടുത്തില്ല. അപ്പോൾ ഇനി ഷൈൻ മാത്യുവിന് 2.5 വർഷം കഴിയുമ്പം നേരം വിളക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സാഹചര്യമുണ്ട്. പിന്നെ എനിക്കിതിനോട് എതിർപ്പാണ്. കാരണം ഒരാൾക്ക് കൊടുത്താൽ, ഇപ്പം ആർക്ക് കൊടുത്താലും, ദീപ്തിക്ക് കൊടുത്താലും, പിന്നെ മിനിമോൾക്ക് കൊടുത്താലും, ഷൈനിക്ക് കൊടുത്താലും 5 വർഷവും അവർ അവിടെ ഭരിക്കാനുള്ള സാഹചര്യം കൊടുക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെ, അങ്ങനെയാണ് ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 5 വർഷം കൊണ്ടേ ഒരാൾക്ക് ഒരു കോർപ്പറേഷനിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ, ഒരു പിന്നെ നഗരസഭയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അതിനുള്ള ടൈം കിട്ടണം. 2-2.5 വർഷം എന്ന് പറയുമ്പോൾ അവർ നേരെ പഠിച്ച് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് വരികയാണ്, അപ്പോഴേ പിടിച്ച് മാറ്റുകയാണ്. അതെ, നമ്മളിപ്പോൾ ഒരു വണ്ടി ഒരു ദുർഘടമായ പാതയിൽ കൂടെ ഇങ്ങനെ ഓടിച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ച് ഓടിച്ച് വരുമ്പം ഏകദേശം നമുക്കൊരു ക്ലാരിറ്റി വരുമ്പം ഡ്രൈവറെ മാറ്റിയാൽ പിന്നെ ഇയാൾ കയറി ഇത് പഠിച്ചു വരണം. ഇത് എവിടെ നിന്നാണ് പിന്നിട്ട് വന്നത്, ഈ 2.5 വർഷം ഏത് പാതയിലൂടെയാണ് ഇവർ സഞ്ചരിച്ചത്, എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇനി എങ്ങോട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കണ്ടെത്താനായിട്ട് കഴിയണം. കാരണം ഇത് പാർട്ടിക്കൊന്നും ഇത് അങ്ങനെ ഒന്നും സഹകരിക്കാൻ പറ്റില്ല. അതൊരു വ്യക്തിയിലാണ് ഫോക്കസ്ഡ് എന്ന് നമ്മൾ പറയും. അത് വല്ല പാർട്ടിയുണ്ട്, പാർട്ടി ചെയ്തോളും, ഞങ്ങളുടെ UDF ഉണ്ട് എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ ലാറ്റിൻ പ്രശ്നം വന്നപ്പോൾ, ലാറ്റിൻ പുള്ള് വന്നപ്പം അവിടെ മുസ്ലിം ലീഗിൻ്റെ പുള്ളുണ്ട്. അവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവർക്ക് 3 പേരെ ജയിച്ചിട്ടുണ്ട്. ഈ 42 പേര് കോൺഗ്രസിൻ്റെ ജയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഒരു ഡെപ്യൂട്ടി മേയറെങ്കിലും കിട്ടണമെന്ന് ഇപ്പോൾ അവിടെ മുറവിളി ഉയരുന്നുണ്ട്. ഇതൊക്കെയാണ് UDFൽ നടക്കുന്ന സ്ഥിരം നാടകങ്ങൾ. ഈ നാടകങ്ങൾ ഒരു മിനിയേച്ചർ ആയിട്ട് കോർപ്പറേഷനിൽ തന്നെ വന്നെങ്കിൽ ഇത് അധികാരം കിട്ടിയാൽ എത്രയാകുമെന്നുള്ളത് LDF ഇവിടെ ചോദിക്കും. ഇലക്ഷനിൽ ഇവരിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇലക്ഷനിൽ ഇതൊക്കെ അവർ ചോദ്യചിഹ്നമാക്കും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ പിന്നെ ഈ സ്റ്റേറ്റ് വളരെ ബുദ്ധിമുട്ടിലൂടെ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള നിരവധി പ്രശ്നമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉറച്ച ഗവൺമെൻറ്റാണ് ആവശ്യം, ഉറച്ച നേതൃത്വമാണ് ആവശ്യം. ഇതുപോലെ തമ്മിൽ തല്ലുന്ന നേതൃത്വമൊന്നും വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കാൻ പറ്റില്ല എന്നുള്ളത് LDF പറയും. NDA ഈ തരം വിഷയങ്ങൾ വേറൊരു വിധത്തിൽ അവർ അവതരിപ്പിക്കും. കാരണം പിന്നെ പിന്നെ വിഭാഗങ്ങൾക്ക് തീരെഴുതുന്ന മേയർ സ്ഥാനം തന്നെ തീരെഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി മന്ത്രിസ്ഥാനം ഇവർ എത്ര പേർക്ക് തീരെഴുതുമെന്ന് ചോദിക്കും. മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് തീരെഴുതുമെന്ന് ചോദിക്കും. ആഭ്യന്തരമന്ത്രി ആരുടെ കാൽക്കലായിരിക്കും പോയി നിൽക്കുന്നത്? അത് പിന്നെ മലപ്പുറത്തായിരിക്കുമോ, അതോ കൊച്ചിയിലായിരിക്കുമോ, അതോ പിന്നെ പെരുന്നയിലായിരിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരുപാട് അവസരങ്ങൾ വരും. അതെ, ഇതിപ്പോൾ അതിലേക്കാണ് ഞാൻ വന്നത്. ഇപ്പോൾ മറുവശത്ത് LDF ഉണ്ട്, അധികം പിന്നിലല്ല അവർ. ഓക്കെ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്, വളരെ ചെറിയ മാർജിനിലുള്ള ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ അവരും പൊരുതും. 25 മണ്ഡലങ്ങളെങ്കിലും പിന്നെ കയ്യാലപ്പുറത്ത് തേങ്ങയാണ്. BJPക്ക് അവിടെ വ്യക്തമായ സേയുണ്ട്. BJPക്ക് വ്യക്തമായ സേയുണ്ട്. LDF വിചാരിച്ചാൽ 2000 വോട്ടൊക്കെ മറിക്കുക എന്നുള്ളത് അസാധ്യമൊന്നുമല്ല. അവരെ സംബന്ധിച്ചുള്ള 1000-2000 വോട്ടൊന്നും പ്രധാനപ്പെട്ട പ്രശ്നമല്ല. പിന്നെ ഇപ്പോൾ SIR വന്ന് 24 ലക്ഷം തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അതൊരു പ്രശ്നം നിൽപ്പുണ്ട്. എന്നാൽ പോലും അവർക്ക് പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു 1500 വോട്ടൊന്നും ഒരു മണ്ഡലത്തിൽ കൂടുതൽ പിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോൾ അതിനുള്ള നീക്കങ്ങളിലേക്കാണ് പോകുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അത്തരം കൃത്യത വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഓക്കെ, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആൾക്കാരുടെ ആ ഒരു ഭരണവിരുദ്ധ വികാരം പോൾ ചെയ്യപ്പെട്ടു. അതാണ് നമ്മൾ കണ്ട ആ റിസൾട്ട്. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ UDFൻ്റെ വിജയം എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങൾ ഭരണത്തിനെതിരെ നടത്തിയ വിധിയെഴുത്ത്, അവർ സമ്മാനിച്ച ഒരു ലോട്ടറി. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അവർ ആ ഒരു മനസ്സിൽ നിന്ന് പിന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ കോൺഗ്രസ്സിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഴപ്പമില്ല, അവരെ ജനങ്ങൾ പിന്തുണച്ചുകൊള്ളും എന്നുള്ള ഒരു പ്രതീതി ചിലരെങ്കിലും പറയുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ലെന്നേ, ഇതിപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ, വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, കോൺഗ്രസ് തന്നെ ജയിക്കും, ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്, അങ്ങനെയുള്ള
ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ ഈസി പറ്റും. വാക്കോറല്ല. 45 മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡ് ഈ ഗതികെട്ട കാലത്തും എൽ ഡി എഫിലുണ്ടെന്ന് ആലോചിക്കണം. ഒരു 25ഓളം മണ്ഡലങ്ങളിൽ കയ്യാലപ്പുറത്ത് തേങ്ങയാണ്. 2000 വോട്ടിന് താഴെ വെച്ച് നിൽക്കുന്ന ഒരു 25ഓളം മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ എത്രയായി? കൃത്യമാണ് കാര്യം. സംഗതി വിജയിക്കാനുള്ളതായില്ലേ? അപ്പം ഇത് 70 പിടിക്കാനായാൽ 2 കൂടെ കൂട്ടി പിടിക്കാനോ അല്ലെങ്കിൽ അപ്പോഴേ വേണ്ട രീതി കാണാനോ ഒക്കെ ഒരു സാധ്യത വരും. പിന്നെ ഇത്തവണ താമര 2 ആയിരിക്കില്ല വിരിയുന്നതെന്നാണ് സാധ്യതകൾ പറയുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതകൾ ഇരിക്കുകയാണ്. അത് 10 വരെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട പോലെ ഒരു ത്രിശങ്കു നിയമസഭയിലും വന്നുകൂടായിക്കൊന്നുമില്ല. 100 പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 100 പിടിക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി പിടിക്കണം. ഒറ്റക്കെട്ടായി പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോഴും പ്രശ്നമല്ലേ? അതെ, ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ആ, അപ്പോൾ ഈ പ്രശ്നത്തിൽ അൻവറെ കൊണ്ടുവന്ന് ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിരുദ്ധ പ്രസ്താവന അടിച്ചു കഴിഞ്ഞു. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല, ആർക്കും കയറി വന്ന് കൊട്ടാവുന്ന ചെണ്ടയല്ല എന്നൊക്കെ അദ്ദേഹം അൻവറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അൻവർ ഇപ്പോൾ ഇച്ചിരി വീക്കായിരിക്കുന്നതുകൊണ്ട് നാക്ക് പുറത്തെടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അസോസിയേറ്റ് മെമ്പറായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അല്ല, ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോഴാണ് ഇങ്ങനെ തർക്കങ്ങളിലൂടെ നിലനിൽക്കുകയാണ് കോൺഗ്രസിനുള്ളിലും യു ഡി എഫിനുള്ളിലും ഒക്കെ തന്നെ. അതെ, അവിടെയാണ് എൽ ഡി എഫും ബേസ് വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത്. BDJS BJPയുടെ പക്കൽ നിന്നും എൽ ഡി എഫിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPM നേരിടുന്ന വലിയൊരു ഭീഷണിക്ക് ഒരു പരിധിവരെയെങ്കിലും അറുതി വരുത്താൻ സാധിക്കില്ല. അതായത് ഈ ഈഴോ വോട്ടുകളുടെ ചോർച്ച തടയാൻ സാധിക്കില്ല. പ്രധാന ചില മണ്ഡലങ്ങളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 1000-2000 വോട്ടുകൾക്കൊക്കെ ഈസി ആയിട്ട് വോട്ടയടയ്ക്കാൻ ഈ BDJSന്റെ സാന്നിധ്യം കഴിയും. അപ്പോൾ അത് പിന്നെ NDAയിൽ നിന്ന് മാത്രമായിരിക്കില്ല, UDF നിന്നും ഈഴ വോട്ടുകൾ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ BDJS പോകുന്നത് ചിലപ്പോൾ NDAയേക്കാൾ കൂടുതൽ പിന്നെ കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ പോകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, കോൺഗ്രസിന് തിരിച്ചടിയാൻ സാധ്യതയുണ്ട്. അത് ആലപ്പുഴയിലും പിന്നെ കൊല്ലത്തും ഒക്കെ കൂടുതൽ പിന്നെ തിരുവനന്തപുരത്തും ഒക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. വർക്കല പോലുള്ള സ്ഥലങ്ങൾ ഒക്കെ UDF കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അത് കൊണ്ടുപോകാം. ഓക്കെ, അത് അവർ മുന്നിൽ കാണേണ്ടതാണ്. ശരിക്കും അയ്യപ്പനെ കൊണ്ട് മാത്രം ആ ഒരു ഇത് കവർ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. അയ്യപ്പൻ്റെ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കും. LDF അതിൻ്റെ അവരിൽ കണ്ട കുറ്റക്കാരെ പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയോ 1-2 പേർക്ക് എതിരെ പിന്നെ നടപടിയെടുക്കാൻ പോലീസിനെ കൊണ്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്താൽ ഇതൊരു തുറുപ്പുചീട്ടായിട്ട് എടുക്കാമെന്നാണ് VD സതീശനും വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ 3 IPSകാർ മുഖ്യമന്ത്രിയുടെ ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, SITയെ നിർവീര്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഈ അയ്യപ്പ വിഷയം കത്തിച്ചു നിർത്താനാണ്. അതിലിപ്പോഴും LDFന് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വരുത്താനാണ്. ഇത് കറക്റ്റ് ചെയ്താൽ LDFന് ഒരുപാട് ഗുണം കിട്ടും. ഓക്കെ, അതവർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു LDFന് മുന്നിൽ ഈ തർക്കത്തിൽ ഉലഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിനെ ശക്തമായി വെല്ലുവിളിക്കാൻ ആ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും അല്ലെങ്കിൽ ഈഴോ വോട്ടുകൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കുക, ചോരുന്നത് തടയുക, BDJSനെ ആകർഷിക്കുക, അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് കൃത്യമായി നൽകേണ്ട സ്ഥാനങ്ങൾ കൊടുക്കുക. 2, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ശബരിമല വിഷയം, അതിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോവുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ LDFന് എപ്പോഴും മേൽക്കോയ്മ കിട്ടുന്നത് അടുത്ത 5 വർഷത്തേക്ക് ഞങ്ങൾ വന്നാൽ ചെയ്യാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് എന്തെങ്കിലും സാധനം കൊണ്ടുവരും. അപ്പം അവർക്ക് പറയാനുണ്ട്, ഇപ്പോൾ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്രമാണ് പൈസ കൊടുത്തതെങ്കിലും ആ ഹൈവേ ആയി വെട്ടിപ്പിടിച്ചത് നേരെ നിർത്തുന്നതിന് അതിൻ്റെ പിന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് എല്ലാം പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു നേതാവിൻ്റെ കരുത്തവിടെ ഉണ്ട്. അതെ, അതാണ് എനിക്ക് തോന്നുന്നു BJPക്കും CPMനും അവകാശപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അവരുടെ ഒന്ന് CPMനെ പിണറായി വിജയൻ്റെ കാര്യം, മറ്റേത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യം. BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 2 പേരെയും പ്രസൻറ്റബിളായി ആണ് വിലയിരുത്തപ്പെടുന്നത്. പിണറായി വിജയൻ ഇത്രയേറെ വിമർശനവും ആരോപണവും ഒക്കെ നേരിട്ടുവെങ്കിൽ തന്നെയും ഭരണചക്രം മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തെ പാളയത്തിൽ പടയില്ലല്ലോ. അതെ, പാളയത്തിൽ പടയില്ല. UDFന്റെ പ്രശ്നം അതല്ലേ. VD സതീശൻ കതറിട്ട ഹിറ്റ്ലറാണ്, പക്ഷെ ചില സമയത്ത് കാലുവാരി തലയടിച്ച് കളയും, പിന്നെ എണീറ്റ് നിന്നിട്ട് വീണ്ടും ഹിറ്റ്ലർ ആവേണ്ടി വരും. മറ്റേത് വീഴുന്നില്ല, കപ്പൽ ആടി ഉലയുന്നേ ഉള്ളൂ. അതെ, പിന്നെ കപ്പിത്താൻ നേരെ നിൽക്കുന്നുണ്ട്. അതെ, അവിടെ കപ്പിത്താൻ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ചോദ്യം ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന് മുമ്പേ അത് പുറത്തേക്ക് വരുന്നില്ല, സീറോ ആയി കളയും. പുറത്തേക്ക് വരുന്നു. ആദ്യത്തെ നമുക്കറിയാമല്ലോ, ആദ്യത്തെ LDF മീറ്റിംഗ് അദ്ദേഹം ഇപ്പം ഈ വിഷയം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. നേരത്തെ പിന്നെ സംസാരിക്കുക, അത് തണുക്കാൻ അതൊക്കെ അറിയാം അദ്ദേഹത്തിന്.
ഇത് ഇന്ന് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ആഴ്ച ചർച്ച ചെയ്താൽ എന്തായിരിക്കും, ഒരു മാസം കഴിഞ്ഞ് ചർച്ച ചെയ്താൽ എങ്ങനെയായിരിക്കും എഫക്റ്റ് എന്നുള്ളതൊക്കെ അറിയാനുള്ള പക്വത ഇത്രയും വർഷത്തെ 80 വർഷത്തെ പരിചയം കൊണ്ട് അദ്ദേഹത്തിന് അതെ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പോഴും പലരും പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ആണ് ഇപ്പോഴും പലരും പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വളരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്ന്. മുമ്പും നമ്മളത് കണ്ടതാണ്. സംസ്ഥാന സമിതിയും വിമർശനം ഉയരുന്നത് അഥവാ ഉയരുന്നുണ്ടെങ്കിൽ ഒരു 10 വിമർശനം ഉന്നയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അത് ഉന്നയിക്കുന്നത്. അല്ലാതെ വിമർശനം ഉയരാൻ അവിടെ ഇപ്പോൾ യാതൊരു ജില്ലാ തലത്തിൽ ഒരു സംവിധാനമില്ല അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കാൻ. സംസ്ഥാന കമ്മിറ്റിയിൽ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗമേ ഉള്ളൂ. അതും ഈ ഭൂരിപക്ഷത്തിൻ്റെ മുമ്പിൽ വാ പൊളിക്കില്ല. സെക്രട്ടേറിയറ്റിൽ ഒരിക്കലുമില്ല. പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഈ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന കമ്മിറ്റിയേക്കാൾ അദ്ദേഹത്തിൻ്റെ കഷത്തിരിക്കുന്ന സാധനമാണ്. അവിടെയൊന്നും അങ്ങനെ ഒരു സാധനമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പലരും ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാനത് ഒന്നും വില കൊടുക്കാത്തത് അതുകൊണ്ടാണ്. കാരണം അത് അത്തരം കാര്യങ്ങളിലൊന്നും LDF ഇപ്പോൾ സാധ്യത കുറവാണ് തീർച്ചയായിട്ടും. അത് പക്ഷേ നേരെ മറിച്ച് ഇപ്പോഴത്തേക്ക് അങ്ങ് പറഞ്ഞ പോലെ ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു നിശ്ചിത അല്ലെങ്കിൽ നിർണായക ഘട്ടത്തിൽ ഒരു ഫ്രീ ഹാൻഡ് കിട്ടുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ ഈ പഞ്ചപാണ്ഡവരിൽ ആർക്ക് ഭരണം കിട്ടുമെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഈ 5 പേര് ഒരുപോലെ നിൽക്കുകയാണ്. UDF ഒരു 5 പേര്, കോൺഗ്രസിൽ ഒരു 5 പേര് നിൽക്കുകയല്ലേ. 5 നേതാക്കൾ ആരായിരിക്കും? പ്രത്യേകിച്ച് അതിലൊരു 3 പേര്. ഇപ്പം നകുലനെയും സഹദേവനെയൊക്കെ നമുക്ക് കളയാം. പക്ഷേ യുധിഷ്ഠിരനാണോ അർജുനനാണോ ഭീമനാണോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം നമുക്ക് രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ KC വേണുഗോപാലാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ബാക്കി 1-2 പേരെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. 5-ൽ 2 വേണമെങ്കിൽ നമുക്ക് വെട്ടി മാറ്റി നിർത്താം. പക്ഷേ ഈ 3-ൽ ആര് എന്നുള്ളത് ഇപ്പോഴും ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേരി ദീപ്തി മേയർ നഹി ഹെ എന്ന് പറയുന്നത്. അല്ല, അപ്പോൾ തലപ്പത്ത് ആ ഒരു 3 പേരും ഉണ്ട് അല്ലേ? ഒരു ത്രികോണപ്പോര് അവിടെ ഉണ്ട്. ഒന്നാം തരം ത്രികോണം പോരുണ്ട്. ഇപ്പോൾ സീറ്റ് വിഭജനം നടത്തുമ്പോൾ നോക്കിയോ. കാരണം ഈ ജനങ്ങളോട് പറയുന്നതല്ലല്ലോ നിയമസഭാ സാമാജികരുടെ സമ്മേളനം കൂടുമ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കാൻ പോകുമ്പം കൈവക്കണ്ടേ. ആ കൈവക്കാനായിട്ടുള്ളവരെ ഇപ്പം സ്ഥാനാർത്ഥിയാക്കണം. 90-ൽ ഭൂരിപക്ഷവും എൻ്റേത് വന്നില്ലെങ്കിൽ ഇത് തകിടം മറിയില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 90 വരുമ്പോൾ ശശി തരൂരിന് റോളുണ്ട്, തരൂർ കോൺഗ്രസിന് റോളുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, ഈ അസംതൃപ്തരെല്ലാം തരൂരിനൊപ്പം അണിനിർണ്ണയിക്കും. കാരണം ഇതെന്തറിയാമോ, ഇപ്പം ദീപ്തി മേരി വർഗീസിന് ചിലപ്പം അടുത്ത MLA സ്ഥാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തത്തുല്യമായ പദവികളോ ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തന്നിരിക്കും. ഇല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് പോയില്ലേ ഇത്. 5 വർഷം ഒരാളെ രാഷ്ട്രീയ ഇതുപോലെയല്ല MLAയിൽ ഒരാൾക്ക് ഒരു MLA സീറ്റ് കൊടുത്തു, അയാൾ അവിടെ നിന്ന് ജയിച്ചാൽ അടുത്ത 5 വർഷം പിന്നെ അയാൾക്ക് തന്നെയാണ്. അപ്പോൾ 10 വർഷത്തേക്ക് നമ്മുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു. ഇത് 10-20 വർഷം കിടന്ന് പയറ്റിയാണ് ഒരു മണ്ഡലത്തിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥി ആകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് നമ്മളെ വെട്ടിക്കൊണ്ട് വേറൊരാൾ ഹൈക്കമാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ലോ കമാൻഡിൽ നിന്നോ വന്ന് നമ്മുടെ മുമ്പേ കയറുന്നത്. മുമ്പേ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയാമോ, ഇയാൾ എങ്ങനെയെങ്കിലും ജയിച്ചു പോയി കഴിഞ്ഞാൽ ഈ 5 വർഷമല്ല, ഇപ്പം ജയിച്ചില്ലെങ്കിലും 5 വർഷം പോയി. ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷമല്ല 10 വർഷം പോകും. കാരണം വെച്ചാൽ അടുത്ത ഇലക്ഷനും ഇയാൾ തന്നെ അവകാശമുണ്ട്, ഞാനല്ലേ ഇവിടെ MLA, എനിക്ക് സീറ്റ് തരണം എന്ന് പറയും. കോൺഗ്രസിൻ്റെ കീഴ്വഴക്കം അങ്ങനെയാണ്, നിലവിലുള്ളവർക്ക് സീറ്റ് കൊടുക്കുക. MP ആരാണോ അവർക്ക്, MLA ആരാണോ അവർക്ക്. അപ്പോൾ 10 വർഷത്തേക്ക് ഭാവി പോയാൽ തീർന്നില്ലേ. 50 വയസ്സായ ഒരാളിന് 10 വർഷം പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് എന്ത് രാഷ്ട്രീയം എന്ന് ചോദിക്കാം. ശരിയാണ്. എന്തായാലും കോൺഗ്രസിന് മുന്നിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുകയുമാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച അഡ്വാൻറ്റേജ് ഇതിൽ അവർ നഷ്ടപ്പെടുത്തുമോ എന്ന ഒരു ചോദ്യമാണ് പല കോൺഗ്രസ് അണികളിൽ നിന്ന് പോലും ശക്തമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ചില ഘടകകക്ഷികളെ നിലയ്ക്ക് നിർത്തുവാൻ ഈ തമ്മിലടിക്കിടയിൽ അവർക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. തമ്മിലടിച്ച് ക്ഷയിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ UDFന് ശക്തമായ നേതൃത്വം നൽകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇങ്ങനെ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു കൂട്ടത്തിന് സംസ്ഥാന ഭരണം ജനങ്ങൾ നൽകുമോ? ഇതാണ് നിരീക്ഷകർ ചോദിക്കുന്ന ചോദ്യം. മറുവശത്ത് വളരെ കരുത്തോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇടതുപക്ഷത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിർണായക ശക്തിയായി കിങ് മേക്കറാകാൻ അവസരം കാത്ത് ഇരിക്കുന്ന BJPയെയും നമുക്ക് കാണാം. അവർ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ തങ്ങൾ നിർണായക ശക്തിയാണ് എന്ന് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം. സംസ്ഥാന രാഷ്ട്രീയം കുറേയേറെ ഉദ്വേഗജനകമായ നീക്കങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. കാത്തിരിക്കാം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം.
ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.